അറിവിന്റെ കലവറയൊരുക്കിയാണ് പട്ടാമ്പിയിലെ പ്രമുഖ പ്രൊഫഷണൽ കോളേജായ നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. 18 സ്റ്റോളുകളിലായി വിവിധ തരം ഭക്ഷണ വിഭവങ്ങളാണ് നിംസിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിരുന്നത്. രുചിവൈവിധ്യത്തിന്റെ മേള തന്നെയാണ് നിംസിൽ ഒരുക്കിയിരുന്നത്. ബിരിയാണി, മന്തി, കണ്ണൂർ വിഭവങ്ങൾ, തലശ്ശേരി വിഭവങ്ങൾ, കേക്കുകൾ, എണ്ണപ്പലഹാരങ്ങൾ, മോമോസ്, മക്രോണി, പാനിപൂരി, വിവിധ തരം പാനീയങ്ങൾ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്തത്ര ഭക്ഷണ വിഭവങ്ങളാണ് ഫുഡ് ഫെസ്റ്റിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിരുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പട്ടാമ്പിയിലാണ്. ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഓളത്തിലാണ് ഇവിടുത്തെ അധ്യാപകരും കുട്ടികളൊക്കെ ഒരുപോലെ ഫുഡ് ഫെസ്റ്റ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിള്ളേർ കൂടെ ഉണ്ട്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന? ഒരുപാട് സാധനങ്ങളുണ്ട്. മെയിനായിട്ട് കൊടുക്കുന്നത് സൈഫിന്റെ സുനയാണ്. പിന്നെ പഴംപൊരി, മുട്ട, ബ്രെഡ്, മോമോസ്, ഉഴുന്നുവട, കട്ട്ലറ്റ്, ഒരുപാട് തരമുണ്ട്. ചട്ടിപ്പത്തിലുണ്ട്, ബ്രൗണി ഉണ്ട്, നഗറ്റ്സ് ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. പുറത്തുനിന്ന് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. വിലയൊക്കെ എങ്ങനെയാണ്? അപ്പൊ ഗുണം മെച്ചം വില തുച്ഛ. അപ്പൊ പിള്ളേരൊക്കെ ഒരുപോലെ സഹകരിക്കണം. ഒരുപാട് സഹകരിക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ വിറ്റ് പോയിട്ടുണ്ട്. എല്ലാ സ്റ്റോളും ടേസ്റ്റി ഫുഡാണ്. മൊത്തത്തിൽ നിംസിന്റെ ഈ ഒരു ഫുഡ് ഫെസ്റ്റിനെ കുറിച്ച് എന്ത് പറയും? അടിപൊളിയായിട്ടാണ് നടക്കുന്നത്. ടീച്ചർമാരൊക്കെ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. നിംസ് ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ഫുഡ് ഫെസ്റ്റ് ആണ്. അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാവരും അടിപൊളിയായി ആഘോഷിക്കുന്നുണ്ട്. അതല്ല, ഇത് എല്ലാ വർഷവും തുടരാൻ ഉദ്ദേശിക്കുന്നു. അതെ, എല്ലാ വർഷവും വിദ്യാർത്ഥികൾ ഫുഡ് ഫെസ്റ്റിനെ ഒരാഘോഷമാക്കി മാറ്റുകയായിരുന്നു. പാട്ടും മേളവുമായി ഒരു ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു നിംസിലെ ഫുഡ് ഫെസ്റ്റ്. അധ്യാപകരായ ശ്രീജ, വിജീഷ്ണ, നന്ദന, മുഷ്താഖ് അലി എന്നിവർ ഫുഡ് ഫെസ്റ്റിന് നേതൃത്വം നൽകി. നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് CK അൻസാർ മേളയിൽ സന്നിഹിതനായിരുന്നു.